മുഖ്യമന്ത്രി ചർച്ചകൾ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഡൽഹിയിൽ എത്തിയ സ്ഥിതിക്ക് ഏതെങ്കിലും തരത്തിലുള്ള കൂടിക്കാഴ്ച? ഞങ്ങളുടെ പ്രസിഡന്റ് അതിനെ ഒരു വിരാമം ഇട്ടിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ കൂടുതലൊന്നും കമന്റ് ചെയ്തു. ഇന്ത്യൻ എക്സ്പ്രസിൽ പേഡ് ലേഖനം രമേശ് ചെന്നിത്തലയുടെ അതിനിപ്പോ എന്താ തെറ്റ്? അതിനിപ്പോ എന്താ തെറ്റ്? ഈ മുഖ്യമന്ത്രി ആകാൻ താല്പര്യപ്പെടുന്നവരൊക്കെ 60 വയസ്സിന് മുകളിലുള്ളവരെ യുവാക്കളായിട്ട് ആരെങ്കിലും വരണമെന്ന് താല്പര്യം? ഇങ്ങനെ ഈ ഒരു വിരാമം ഇട്ട ഒരു ചർച്ചയ്ക്ക് വീണ്ടും ഇതാണ് പത്രക്കാർ ചെയ്യുന്ന ഓരോ പരിപാടികൾ. ഇത് അങ്ങനെ ഒരു ചർച്ചയെ ഇല്ലാന്ന് പറയുമ്പോൾ അടുത്ത തലത്തിലേക്ക് ഇതിനെ കൊണ്ടുപോവാണ്. രാഹുൽ ഗാന്ധി ഒരു സ്ത്രീ വരണമെന്നൊക്കെ പറഞ്ഞു, അതിനോട് യോജിക്കുന്നു. വനിതാ മുഖ്യമന്ത്രിയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം ആ ഒരു ചർച്ച ഇല്ല. നിങ്ങൾക്ക് ഈ 2 ആഴ്ച പിടിച്ചിക്കണമെന്ന് എനിക്ക് മനസ്സിലായി. അതിനുവേണ്ടി പല പല പരിപാടികൾ ഇപ്പൊ ആദ്യം ഇലക്ഷൻ കമ്മീഷന്റെ ആയിരുന്നു, ഇപ്പൊ ഞങ്ങളുടെ പേരിലോട്ടായി. അത് ഇങ്ങനെ പല പരിപാടികൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ, അത് മാധ്യമങ്ങളല്ല മറിച്ച് ഈ നിങ്ങളുടെ തന്നെ പല ക്യാമ്പുകൾ, പല നേതാക്കൾക്കായിട്ട് വീഡിയോ ഗാനങ്ങൾ, ഇപ്പം രമേശ് ചെന്നിത്തലയുടെയൊക്കെ പഴയ ചിത്രങ്ങൾ ഉൾപ്പെടുത്തി പോഡ്കാസ്റ്റ് ഗാനങ്ങൾ, പോഡ്കാസ്റ്റുകൾ, അത് ഇങ്ങനെ തെറ്റെന്താ? അതിനകത്ത് തെറ്റ്? എൻ്റെ നേതാവിനെ എനിക്ക് ഇഷ്ടമാണെങ്കിൽ ഞാൻ അതേപ്പറ്റി പാട്ട് എഴുതും, പാട്ട് പാടും, ചിലപ്പോൾ അത് വീഡിയോ ആക്കും. നിങ്ങളാണ് അതിന് മറ്റൊരു അർത്ഥം കൊടുത്ത് നിങ്ങൾക്ക് അടുത്ത 10 ദിവസം കൊണ്ട് പിടിച്ചിരിക്കണം. അതിനിങ്ങനെ പല പരിപാടികൾ നിങ്ങൾ ഒപ്പിക്കുന്നതല്ലാതെ ഇവരാരെങ്കിലും അത് പറഞ്ഞിട്ടുണ്ടോ? ഇപ്പം എൻ്റെ ഫാദറിനെ കുറിച്ച് ഞാനിപ്പോഴും കാണുന്നുണ്ട്, വീഡിയോസ് വരുന്നുണ്ട്, ഫോട്ടോസ് വരുന്നുണ്ട്. അത് അത്രയ്ക്ക് സ്നേഹമുള്ള ഇരുന്നുമുണ്ട്. അദ്ദേഹം മരിച്ചിട്ടും അദ്ദേഹത്തോട് ഭയങ്കര സ്നേഹം കാണിക്കുന്നവരാണ്. അപ്പോൾ അതേ സ്നേഹം നേതാക്കളോട് കാണിക്കുന്ന പ്രവർത്തകർ ഞങ്ങളുടെ ഇടയിലുണ്ട്. അതിനെന്താ തെറ്റെന്താ? ഞങ്ങളുടെ പാർട്ടിയിൽ സ്വാതന്ത്ര്യമുണ്ട്. ഞങ്ങളുടെ പാർട്ടിയിൽ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന പാർട്ടിയാണ്. ഞങ്ങളുടെ ഒരു നേതാവിനെ മാത്രമേ ഞങ്ങൾക്ക് അങ്ങനെ ഒരു നേതാവല്ല. ഞങ്ങൾക്ക് ഒരു നേതാവ് മാത്രമല്ല, ഞങ്ങൾക്ക് പല നേതാക്കന്മാരുണ്ട് ഇന്ന് പാർട്ടി. അതല്ല, യോഗ്യത സംബന്ധിച്ചുള്ള മത്സരമാണ് ഇത്. ഞാൻ അങ്ങനെയാണ്, ഞാൻ ഇങ്ങനെയാണ്, ഉടനെ മറ്റേ ഞാൻ അതിനപ്പുറമാണ് എന്ന് പറയുമ്പോഴാണ്. അതൊക്കെ നിങ്ങൾ പറയുന്നതല്ലേ? നിങ്ങൾ പറയുന്നത് മറ്റു നേതാക്കളുടെ ഫാൻസ് ഒന്നും ഇത്തരം ഗാനങ്ങൾ ഇറക്കുന്നില്ല. ഇതൊക്കെ ഉണ്ട്. എന്നെ പറ്റിയുണ്ട്, ഹൈബിയെ പറ്റിയുണ്ട്, നമ്മുടെ ഷാഫിയെ പറ്റിയുണ്ട്, രാഹുലിനെ പറ്റിയുണ്ട്, എല്ലാവരെയും പറ്റിയുണ്ട്. നിങ്ങൾ സെലക്റ്റീവാ. നിങ്ങൾക്ക് എന്താ പറയുക, ഇപ്പം ശക്കലം മഞ്ഞപ്പത്തും പിടിച്ചിരിക്കുക. അപ്പൊ എല്ലാം മഞ്ഞായിട്ട് തോന്നും. ഒരു പോളിംഗ് ശതമാനത്തിന് പേര് ഇത്ര ആത്മവിശ്വാസം, പോളിംഗ് ശതമാനം വർദ്ധിച്ചു എന്നത് മാത്രമാണല്ലോ ഒരു ആത്മവിശ്വാസം. ഒന്നുമല്ല, ജനഹിതം അനുകൂലമാകുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് തെളിയിച്ചു. ഈ സർക്കാരിനെ അറബിക്കള്ളി തള്ളിയിരിക്കുക. യാതൊരു സംശയവും ഒരു സംശയമില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.